നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബി പോസിറ്റീവിലേക്ക് സ്വാഗതം. ഹൃദയ, നമ്മൾ ഈ ആഴ്ച തുടങ്ങിയത് സിനിമ സ്പെഷ്യൽ എപ്പിസോഡുകളുമായിട്ടാണ് അല്ലേ. നമ്മൾ ഓരോ സിനിമ സംവിധായകരെയും അതിൻ്റെ അണിയറ പ്രവർത്തകരെയും ഒക്കെ ആദരിക്കുന്ന ഒരു സെഗ്മെൻറ്റുകളാണ് ഈ ഒരു ആഴ്ച കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു സംവിധായകനാണ് ശ്രീ ഭരതൻ സാറിൻ്റെ 2 സിനിമകൾ 25ാം വാർഷികം പൂർത്തിയാക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അമരം, കേളി എന്ന് പറയും. അമരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടേറെ പ്രത്യേകതകൾ. മമ്മൂക്കയുടെ ഒരു അഭിനയം, മമ്മൂക്ക എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്ന ഒരു ഗാനത്തിൽ മമ്മൂക്ക ഒരു തിരയിൽ മണലിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് വളരെ വികാരഭരിതനമായി പാടുന്ന ഒരു രംഗമുണ്ട്. അത് KPSC ലളിത ചേച്ചിക്ക് മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം വരെ നേടിക്കൊടുത്ത ഒരു സിനിമയാണ് ഇത് അമരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് കേളി. തീർച്ചയായിട്ടും. അതുപോലെ കേളി എന്ന ചലച്ചിത്രം, കേളിയെ കുറിച്ച് പറയാൻ ജയറാം ഒരു കാലില്ലാത്ത ഒരു വ്യക്തിയെ അഭിനയിക്കുകയും കൂടാതെ ചാർമിള ഒരു വളരെ ഹൃദ്യമായ ഒരു സോങ് അതിലുണ്ട്, താരം വാൽക്കണ്ണാടി നോക്കി എന്ന് പറയുന്ന ഒരു വരി പാടാമോ അതിന്റെ? ഞാൻ ശ്രമിച്ചു നോക്കാം. ശരി. താരം വാൽക്കണ്ണാടി നോക്കി നിലാവലിഞ്ഞ രാവിലേതോ ഞാനും. വളരെ ഹൃദ്യമായിട്ട് തന്നെ ഹൃദയ പാടി. അതുപോലെ ആ ചിത്രത്തിനെ കുറിച്ചും അമരത്തിലെ തന്നെ ഒരുപാട് ഗാനങ്ങൾ, അഴകേ എന്നുള്ള ഗാനം ഇപ്പോഴും വളരെ എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്ന ഒരു സോങ് ആണ്. അത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകളാണ് ഭരതൻ സാറിന്റെ സംവിധാന മികവ്. എന്താണ് സംവിധാനത്തെ കുറിച്ച് പറയാനുള്ളത് ഹൃദയക്ക്? ശരിക്കും ഭരതൻ സാറിന്റെ മൂവീസ് എല്ലാം അറിയപ്പെടുന്നത് ഒരു റിയലിസ്റ്റിക് പോർട്രേൽ എന്നാണ്. അദ്ദേഹത്തിന് ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു ജീവിതത്തെ ഒരു ചലച്ചിത്ര ആവിഷ്കാരമായി ശരിക്കും നമ്മുടെ മുന്നിൽ നടക്കുന്നത് പോലെ തോന്നുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഓരോ സീനും. ഹൃദയ പാടുമ്പോൾ എനിക്ക് അഴകെ എന്നുള്ള ഗാനവും വളരെയധികം മനസ്സിലേക്ക് ഓടി വരികയാണ്. എന്ത് തന്നെയായാലും അഴകയെ കൂടി കേൾക്കാനുള്ള ഒരു സമയം നമുക്കില്ലാത്തത് കൊണ്ട് നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് കടക്കാം. ശുഭസംഗീതം. സുമശരനുണരും യമുനാ പുളിനം സുരത്ത് സുഖാലസ വിജനം. സുമശരനുണരും യമുനാ പുളിനം സുരത്ത് സുഖാലസ വിജനം. രാഘവതി അനുരാഗവതി രാഘവതി അനുരാഗവതി രാസലീലാ ലോലെ രാധേ രാസലീലാ ലോലെ. സുമശരനുണരും യമുനാ പുളിനം സുരത്ത് സുഖാലസ വിജനം. പൂവുകൾ കടമ്പിൻ പൂവുകൾ പൂത്തുലഞ്ഞു വിടർന്നു. പൂവുകൾ കടമ്പിൻ പൂവുകൾ പൂത്തുലഞ്ഞു വിടർന്നു. സാന്ദ്രഗന്ധമുണർന്നു മോഹിനി മോഹിനി പ്രിയമോഹിനി മനോഹരിയായി വിളിക്കുന്നു. രതിരസഭരിതേ രതിരസലസികേ രാസക്രീഡാലോലേ. രതിരസഭരിതേ രതിരസലസികേ രാസക്രീഡാലോലേ.
ചകിതം മമ മാനസം വിവശം മമ ഹൃദയം സുമശരനുണരും യമുനാ പുളിനം സുരത സുഖാലസ വിജനം. ചരിത്ര സത്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം. ചരിത്രത്തിൽ ഇന്ന്. ഭരതൻ സാറിന്റെ പ്രത്യേകതകളാണ് നമ്മളിന്ന് പറഞ്ഞു വന്നത് അല്ലേ. ഒരു കാര്യം നമ്മൾ വിട്ടുപോയി. ഭരതൻ സാറാണ് ഈ കേളി എന്ന ചലച്ചിത്രത്തിന് വേണ്ടി സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു ചിത്രത്തിന് കൂടി സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്, താഴ്വാരം എന്ന് പറയും. എൻ്റെ അറിവിൽ ഒരു ചിത്രം കൂടിയേ ഉള്ളൂ, പിന്നെ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ അത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ് ശ്രീ ഭരതൻ സാർ അല്ലേ. ഇനി നമ്മുടെ അടുത്ത സെഗ്മെന്റ് ഇതുപോലൊരു മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ്. അതായത് അതിൽ അതിഥിയായി എത്തുന്നത് സബീഷ് ബാല. അദ്ദേഹം രമേശ് നാരായണൻ, ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹം കോഴിക്കോടുകാരനാണ്, എങ്കിൽ കൂടി ട്രിവാൻഡ്രത്താണ് അദ്ദേഹം താമസിക്കുന്നത്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ തന്നെ ഒത്തിരി പ്രോഗ്രാംസും ഇവൻസുമായി അദ്ദേഹം വളരെയധികം ബിസിയാണ്, വളരെയധികം തിരക്കുള്ള ഒരു വ്യക്തി കൂടിയാണ് ശ്രീ സബീഷ് ബാല. എന്ത് തന്നെയായാലും നമുക്ക് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കാണാം അടുത്ത സെഗ്മെന്റിലൂടെ. എനിക്ക് പറയാനുള്ളത്, നമസ്കാരം. സംഗീതത്തെയും ഗായകരെയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. ഗസൽ ഗാനങ്ങളിലൂടെ മലയാളികളുടെ ഹൃദയത്തെ കീഴടക്കിയ ഒരു യുവ കലാകാരൻ, നമുക്കേവർക്കും പ്രിയങ്കരനായ സബീഷ് ബാലയാണ് നമുക്കിന്ന് അതിഥിയായിട്ട് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം അദ്ദേഹത്തെ. സ്വാഗതം ചേട്ടാ. ശരിക്കും അങ്ങയെപ്പറ്റി പറയുമ്പോൾ നമുക്കേവർക്കും പ്രിയപ്പെട്ട രമേശ് നാരായണൻ്റെ ഒരു പ്രഗത്ഭനായ ശിഷ്യനായിരുന്നു. ശരിക്കും അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. എങ്ങനെയായിരുന്നു ആ അനുഭവം? ഞാൻ പാലക്കാട് സംഗീത കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിറ്റൂർ കോളേജിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് മ്യൂസിക്കിന്. അപ്പം അവിടെ ക്ലാസിക്കൽ കർണാട്ടിക് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം രമേശ് സാർ അവിടെ പ്രോഗ്രാം ചെയ്യാൻ വന്നു. അങ്ങനെയാണ് പരിചയം സാറായിട്ട് പരിചയം. ഞാൻ ചോദിക്കട്ടെ ചേട്ടാ, ഈ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് ഞാൻ കേട്ടിട്ടുണ്ട് എപ്പോഴും നമ്മുടെ മനസ്സിലുള്ള തേങ്ങലുകളും വെങ്ങലുകളും ഒക്കെ കൂടുതൽ പ്രതിഫലിപ്പിക്കാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ? പൂർണ്ണമായും അത് ശരിയാണ്. കാരണം അത് നമ്മൾ ഒരു ഹിന്ദുസ്ഥാനി ഗായകൻ അല്ലെങ്കിൽ ഒരു സംഗീത സംവിധായകൻ ഉണ്ടാവുന്നത് വേദനയിൽ നിന്നാണ്. അല്ലാതെ എല്ലാ സൗകര്യങ്ങളോടുകൂടെ ഒരിക്കലും ഒരു സംഗീതം ഉണ്ടാവുന്നില്ല. ഹിന്ദുസ്ഥാനിയിൽ അങ്ങക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗായകൻ ആരാണ്? ഗായകൻ ഹിന്ദുസ്ഥാനിയിൽ എൻ്റെ ഗുരുജിയുണ്ട്, പിന്നെ ഗുരുജിയുടെ ഗുരുജിയുണ്ട്, പണ്ഡിറ്റ് ജസ്രാജി, പിന്നെ രമേശ് സാറ്. ഇവരെ ഗുരുജി തന്നെയാണ് എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഏറ്റവും. ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട് ഒരു ഹിന്ദുസ്ഥാനി ഖയാലാണ്, പ്യുവർ ഖയാലാണ്. मेरो अल्लाह मेहरबान, मेरो अल्लाह मेहरबान, कोई बिगाड़ सकत नहीं तेरो, कोई बिगाड़ सकत नहीं तेरो, मन लीजे तू ढान, मेरो अल्लाह मेहरबान. വളരെ മനോഹരമായിരിക്കുന്നു ചേട്ടാ. ശരിക്കും ഞങ്ങൾ അങ്ങയുടെ ഗാനത്തിനോടൊത്ത് ഇങ്ങനെ ഞങ്ങളുടെ മനസ്സൊക്കെ ഇങ്ങനെ കൈവിട്ട് പോയി എന്ന് തോന്നുന്നു. ശരിക്കും ഹിന്ദുസ്ഥാനികളൊരു മേന്മയും മനസ്സിനെ പെട്ടെന്ന് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണെന്ന് തോന്നുന്നു അല്ലേ? അതെ 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 അത് പൂർണ്ണമായിട്ട് നമ്മൾ, കാരണം കേരളത്തിൽ ഇപ്പോൾ ഹിന്ദുസ്ഥാനി സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേര് പഠിക്കുന്നുണ്ട്. പണ്ടൊക്കെ ഇവിടുന്ന് നമ്മൾ വെളിയിൽ പോയിട്ട് പഠിക്കണമായിരുന്നു. അപ്പം പലർക്കും അവിടെ നിന്ന് എത്തിപ്പെട്ട് പഠിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ കൂടുതൽ പഠിപ്പിക്കാനുള്ള ആളുകളുണ്ട്, കുട്ടികൾ ഒരുപാട് ഒത്തിരി പേര്. ഇപ്പം ഞാൻ തന്നെ നമ്മളെ ഒരു സ്ഥാപനം ബൃഹസ്പതി സംഗീത വിദ്യാപീഠം, എവിടെയാണ് കറക്റ്റ്? അത് പൂജപ്പുര റോട്ടറി SBT ഹെഡ് ഓഫീസിന് നേരെ ഫ്രണ്ടിലായിട്ടാണ് ഈ സ്ഥാപനം ഇട്ടിരിക്കുന്നത്. അവിടെ ഒത്തിരി പേര് പഠിക്കുന്നുണ്ട്, പാട്ട് പഠിക്കുന്നുണ്ട്, പാട്ടുണ്ട്, തബല, ഫ്ലൂട്ട് എല്ലാം പഠിപ്പിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ കൂടുതൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കാൻ അറിഞ്ഞ് കുട്ടികൾ വരുന്നുണ്ട്. ഇപ്പോൾ കോമ്പറ്റീഷനൊക്കെ ഗസൽ എല്ലാം സ്കൂൾ തലത്തിൽ വിഭാഗത്തിൽ ഉള്ളതുകൊണ്ട് അത് വളരെ എല്ലാ ജനങ്ങളിലോട്ടും എത്തുന്നുണ്ട്.
ശരിക്കും ചേട്ടനോട് ചോദിക്കേണ്ട മറ്റൊരു ചോദ്യം, ചേട്ടൻ ആദ്യം കർണാടക സംഗീതം പഠിച്ചാണ് തുടങ്ങിയത്. കുട്ടിക്കാലത്ത് അച്ഛൻ കർണാടക സംഗീതം പഠിപ്പിക്കുന്നു, അവിടെ നിന്ന് അങ്ങ് ഹിന്ദുസ്ഥാനിയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ രണ്ട് തലങ്ങളിലും കൂടി നിൽക്കുമ്പോൾ അങ്ങക്ക് തോന്നുന്ന ഒരു വ്യത്യാസം അതെങ്ങനെയാണ് വിലയിരുത്തുന്നത്? കർണാടക സംഗീതത്തിന് അതിൻ്റെതായ ഡപ്തി വ്യാപ്തി എല്ലാം ഉണ്ട്, അതുപോലെ ഹിന്ദുസ്ഥാനി സംഗീതത്തിനും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പം 5000-ൽ കൂടുതൽ രാഗങ്ങൾ, 60,000-ൽ കൂടുതൽ രാഗങ്ങൾ ഹിന്ദുസ്ഥാനിയിലും ഒക്കെ ഉണ്ട് എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് എടുത്ത് പഠിക്കാനോ അത് കൊടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. 5000 രാഗങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ ഒരു 600 രാഗങ്ങളാണ് മെയിനായിട്ട് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. അതിലും ലോപിച്ചുകൊണ്ട് 300 രാഗങ്ങളിലേക്ക് വരുന്നുണ്ട് കൂടുതൽ കൈകാര്യം. കാരണം ഒരായുസ് കൊണ്ട്, ഒരു ജീവിതം കൊണ്ട് നമുക്ക് ഇത് പഠിക്കാൻ പറ്റില്ല, പഠിപ്പിക്കാനും പറ്റില്ല. അപ്പം നമ്മൾ ഈ യാത്രയിലാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും സംഗീത യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, പിന്നെ ചോദിക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ കർണാടക സംഗീതത്തിൽ മഴ പെയ്യിക്കാൻ പ്രത്യേകിച്ച് രാഗമുണ്ട്, അമൃതവർഷിണി അല്ലേ? അമൃതവർഷിണി. അതുപോലെ ഹിന്ദുസ്ഥാനിൽ അങ്ങനെയുള്ള രാഗങ്ങളുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ട്? പ്രത്യേകതയുള്ള രാഗങ്ങളുണ്ട്. മിയാ മൽഹാർ ഉണ്ട്. ഇതെല്ലാം മഴയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന രാഗങ്ങളാണ്. ഇപ്പം മൽഹാർ ഗ്രൂപ്പ് തന്നെ ഒത്തിരി രാഗങ്ങളുണ്ട്. മിയാ മൽഹാർ, ഗൗഡ്ഗിരി മൽഹാർ, മേഘമൽഹാർ, മീരാബായി കി മൽഹാർ, ഇങ്ങനെ. അത് തന്നെ മേഘമൽഹാർ ഒരു ഫിലിം ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ മൽഹാർ ഗ്രൂപ്പ് തന്നെ ഒരുപാട് രാഗങ്ങൾ ഉണ്ട്. ചേട്ടൻ നിരവധി സ്റ്റേജ് ഷോകൾ നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ ആ സ്റ്റേജ് ഷോയുടെ ആരംഭം പോലെയല്ല ഇപ്പോൾ അങ്ങ് വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം എങ്ങനെയാണ് അങ്ങ് കണക്കാക്കുന്നത്? ആദ്യം തുടങ്ങിയ ഒരു സ്റ്റേജ് ഷോയും ഇപ്പോൾ നിരവധി സ്റ്റേജിൽ ചെയ്തതിന് ശേഷം അങ്ങയുടെ പ്രകടനം ആവശ്യമായിട്ട് വരുമ്പോഴുള്ള ആ ഒരു അന്തരം എങ്ങനെ കണക്കാക്കുന്നു? അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും. കാരണം ഇത്രയും ഓഡിയൻസിനെ നമ്മൾ ഫേസ് ചെയ്യുകയാണല്ലോ. അപ്പം പൂർണ്ണമായിട്ടും നമ്മളൊരു ഗുരു സ്ഥാനത്ത് ഇരിക്കുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നുമുണ്ട്. അപ്പം നമ്മൾ പാടുന്നത് തെറ്റാൻ പാടില്ല. ഇപ്പം ശിഷ്യർ പാടുന്നത് തെറ്റിയാലും അപ്പം നമുക്ക് അത്ര ആ ഒരു ടെൻഷൻ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. അപ്പം ഫസ്റ്റ് ഷോ ഒക്കെ നടക്കുന്ന സമയത്ത് പക്ഷേ സ്റ്റേജിൽ എനിക്ക് ഇതുവരെയും തെറ്റൊന്നും അധികം പറ്റിയിട്ടില്ല. കൂടുതലായിട്ട് നമുക്ക് അങ്ങനെ എന്തോ ഭാഗ്യം, ദൈവ സഹായം കൊണ്ട് അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. ശരിക്കും പിന്നെ ചേട്ടനെ പറ്റി പറയുമ്പോൾ മലയാള ഗസൽ ഗാന രംഗത്തേക്കുള്ള ചുവടുവയ്പ്, അതിനെക്കുറിച്ചൊന്ന് പറയാം. ഗസൽ ഗാനത്തിലോട്ട് വരുന്നത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങൾ, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ തബലയായിരുന്നു കൂടുതൽ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പം ചിറ്റൂർ കോളേജിൽ എല്ലാവരും സിംഗേഴ്സാണ്. അപ്പം തബല വായിക്കാൻ അവിടെ ആളില്ലായിരുന്നു, വാദ്യോപകരണങ്ങൾക്ക് അവിടെ ആളില്ലായിരുന്നു. അപ്പോൾ എന്നെയായിരുന്നു കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവർ. അപ്പോൾ കൂടുതൽ ഞാൻ കേൾക്കുന്നത് ഗസലുകളും അതുപോലെ ഫിലിം സോങ്ങുകൾ, നോർത്ത് ഇന്ത്യൻ മ്യൂസിക്കുകൾ, ഇങ്ങനെ കൂടുതൽ എനിക്ക് കേൾക്കാൻ. ഇപ്പോൾ ഹരിഹരൻ സാറ്, അതുപോലെ പണ്ട് കാലത്തുണ്ടായിരിക്കുന്ന മെഹദി ഹസൻ, ഗുലാം അലി, ഇവരുടെ ഗാനങ്ങളെല്ലാം കേട്ടുകൊണ്ടായിരുന്നു ഒരു വളർച്ച. പിന്നെ ആ ഒരു അനുഭവം തന്നെയാണ് ഹിന്ദുസ്ഥാനിയിലോട്ട് വരാനും ഗസൽ പാടാനും ഗസൽ ചെയ്യാനും ഒക്കെ ഉള്ളൊരു പ്രചോദനം. ഞങ്ങളെ പ്രേക്ഷകർക്കായിട്ട് അങ്ങയുടെ തന്നെ അങ്ങിപ്പോൾ കുറിച്ച് വെച്ചിരിക്കുന്ന പുതിയ സംരംഭങ്ങളിൽ ഏതെങ്കിലും? ആനന്ദ നീല വിശാല നഭസിൽ ആദ്യമണഞ്ഞൊരു നക്ഷത്രം, അടർന്നു വീഴാറായൊരു കണ്ണീർ കണം കണക്കൊരു നക്ഷത്രം, അനന്ത നീല വിശാല നഭസിൽ ആദ്യമണഞ്ഞൊരു നക്ഷത്രം. ഇത് പ്രൊഫസർ സുന്ദരം തെനുവച്ചപുരം സാറ് അദ്ദേഹം എഴുതിയാണ്. അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്തതും ഒരു ലവ് മാരേജിലൂടെയാണ്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഒരു കോളേജ് പ്രണയം അങ്ങനെയുള്ളൊരു പ്രണയം അല്ലായിരുന്നു അത്. അതായത് ഞാൻ ട്രിവാൻഡ്രത്ത് വന്ന സമയത്ത് കരുനാഗപ്പള്ളിയിൽ ക്ലാസ് ഉണ്ടായിരുന്നു. എനിക്ക് ഹിന്ദുസ്ഥാനി ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു. ഒരു 10-12 വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു അത്. അപ്പോൾ ഞാൻ അവിടെ തബല അന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തബല വായിക്കുന്നവരുണ്ട്, ഹാർമോണിയം വായിക്കുന്നവരുണ്ട്, പിന്നെ കുറേ സ്റ്റുഡൻസും ഉണ്ട്. അപ്പം പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തബല വായിക്കാൻ വന്ന കുട്ടിയാണ് ഈ തബല. അപ്പം അന്ന് പ്രണയമൊന്നുമില്ല, അന്നൊന്നും അറിയില്ല. കാരണം നമ്മൾ ക്ലാസ് മാത്രമായിരുന്നു അന്നുള്ളത്. അതിനുശേഷം അവിടുത്തെ ക്ലാസ് എനിക്ക് പോകാൻ പറ്റിയില്ല, അവിടെ ക്ലാസ് നിന്നു. പിന്നെ 10 വർഷത്തെ ഗ്യാപ്പ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ? പിന്നെ ഇവരായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ലായിരുന്നു. ഇവരായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ല, കാരണം എൻ്റെ കയ്യിൽ ഒരു നമ്പറും ഇല്ലായിരുന്നു. വളരെ സത്യസന്ധമായിട്ടുള്ള ഉത്തരവാണ്. ബി പോസ്റ്റിൽ എല്ലാവരും സത്യങ്ങൾ തുറന്നു പറയുന്ന ഒരു സ്ഥലമാണ് ഇത്. സത്യം മാത്രമാണ്, കളവൊന്നുമില്ല. അപ്പോൾ ഒരു നമ്പറും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് ജീവിത പങ്കാളിയായിട്ട് വന്നത്? അത് ഒരു
ഒരു മഹാ അത്ഭുതം പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ അതിന് മുന്നേ മാരേജ് എൻ്റെ വീട്ടുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ട്രിവാൻഡ്രത്തും മാരേജ്, അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും നമ്മളെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ, ഫ്രണ്ട്സ്, എല്ലാ റിലേറ്റീവ്സ് എല്ലാം മാരേജ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഒന്നും നടന്നില്ല, ഒന്നും നടക്കുന്നില്ല. പല കാരണങ്ങളാൽ ഇങ്ങനെ മാറി പോവുകയാണ്. എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു സംഗീതത്തിലുള്ള ഒരു ആള്. കാരണം ഞാൻ ഇത്രയും കാലം നമ്മൾ സംഗീതത്തിനെ സ്നേഹിച്ചു, അതിനൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരാൾ വേണം എന്നുള്ളത് എൻ്റെ ഒരു മനസ്സിന് ആഗ്രഹമായിരുന്നു. കാരണം വേറൊരു ഫീൽഡാകുമ്പോൾ ചിലപ്പോൾ അത് അഭിപ്രായങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരാളെ കണ്ടെത്താൻ എനിക്ക് പറ്റിയില്ലായിരുന്നു ഇത്രയും കാലമായിട്ട്. അപ്പോൾ അതിനൊരു ശരിക്കും ഈശ്വരൻ അറിഞ്ഞു തന്നെയാണ് ചേട്ടൻ ആ ഒരു സൗഭാഗ്യം എന്ന് പറയാം. കാരണം ചേച്ചിയാണെങ്കിലും വളരെ നന്നായിട്ട് തബല കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്, ഫ്ലൂട്ട് നന്നായിട്ട് വായിക്കും. അതിനെക്കുറിച്ചൊക്കെ ഈ ജീവിത പങ്കാളിയായിട്ട് വന്നപ്പോൾ നിങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പേ ഞാൻ ഈ ജീവിത പങ്കാളി വന്നു എന്നുള്ളത് ഞാൻ പറയാം. അപ്പം ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു ഫിലിമിൻ്റെ ഡിസ്കഷനായിട്ട് പോവുകയാണ്. എൻ്റെ ഒരു പാട്ടിന് വേണ്ടിയിട്ട് ഒരു പാട്ടുണ്ട് സബീഷ് എന്ന് പറഞ്ഞ് എൻ്റെ ഡയറക്ടർ വിളിക്കുന്നു. അപ്പോഴും ഞങ്ങൾ ഇവിടെ ട്രിവാൻഡ്രത്ത് ഒരു പ്രഗത്ഭനായ സ്ഥലത്ത് തന്നെയാണ് എൻ്റെ ഡിസ്കഷൻ നടക്കുന്നത്. ഇങ്ങനെ ഞാൻ അവിടെ എത്തുന്നു. അവിടെ എത്തി എല്ലാവരും ഉണ്ട്, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ട്, പ്രൊഡ്യൂസർ ഉണ്ട്, ഡയറക്ടർ ഉണ്ട്, എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ എന്നെ പരിചയപ്പെടുന്നു. അപ്പം അസോസിയേറ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ വന്നിരിക്കുന്ന ഒരു ലേഡിയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ പരിചയപ്പെട്ട് വന്നപ്പം ഞാൻ കരുനാഗപ്പള്ളി ക്ലാസ്സൊക്കെ എടുത്ത കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ആ കുട്ടി ചോദിക്കുകയാണ്, അമ്പിളി ചേച്ചിയെ അറിയാവോ, ഈ തബലയും ഫ്ലൂട്ടൊക്കെ വായിക്കുന്നത് അറിയാമെന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അമ്പിളി ചേച്ചി അറിയാമെന്ന് ചോദിച്ചേ. അപ്പോൾ ഒരു കൺഫ്യൂഷൻ അവിടെ, അപ്പോൾ ആരാണ് എന്നുള്ളത്. പിന്നെ തബല ഫ്ലൂട്ട് ഒക്കെ വായിക്കും, മൃദംഗം വായിക്കും ഒക്കെ പറഞ്ഞപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് കിട്ടി ആളെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അന്വേഷണം പറഞ്ഞേക്കി എന്ന് പറഞ്ഞു. നമ്പറൊന്നും വാങ്ങിച്ചില്ല, അതോടുകൂടെ വിട്ടു. അങ്ങനെ പിറ്റേ അടുത്ത നെക്സ്റ്റ് വീക്ക് അവിടെ വരികയാണ്. ഇതുപോലെ തന്നെ ഡിസ്കഷൻ നടക്കുന്നു. അപ്പോൾ ആ കുട്ടിയെ കാണുന്നു, അന്വേഷണം പറഞ്ഞു, വളരെ സന്തോഷമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, നമ്പർ ഞാൻ വാങ്ങിക്കുന്നു. സെക്കൻഡ് ടൈം നമ്പർ വാങ്ങിക്കുന്നു. നമ്പർ വാങ്ങിച്ച് ഈ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം വിളിക്കുകയാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട്, ഇടയ്ക്ക് വരാറുണ്ട്. ഞാൻ പറഞ്ഞു വരുമ്പോൾ തന്നെ എന്നെ വിളിക്കണം, കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ടേണിംഗ് പോയിന്റ് കണ്ടുമുട്ടുന്നത്. അതൊരു അപ്രതീക്ഷിതമായ ഒരു ഇതായിരുന്നു. എന്നെ നേരത്തെ അറിയായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ ക്ലാസ് അവിടെയായിരുന്നു ക്ലാസ് ഉള്ളത്. ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമുള്ള അനുഭവം പറയും. ജീവിതത്തിൽ വന്നു, ഇപ്പോൾ നന്നായിട്ട് കൊണ്ടുപോകുന്നു. ക്ലാസ്സും അതുപോലെ തന്നെ ജീവിതവും നന്നായിട്ട് പോകുന്നു. സംഗീതത്തിൽ തന്നെ നിൽക്കാൻ പറ്റി. അത് എനിക്ക് ദൈവത്തിനോട് വലിയ, കാരണം നന്ദി പറഞ്ഞേ പറ്റൂ. അത് എങ്ങനെ കിട്ടുന്നു എന്ന് നമുക്കറിയാൻ പറ്റില്ല. കാരണം നമുക്ക് എപ്പോഴും വേണമെങ്കിലും ഈ മ്യൂസിക്കിൽ നിൽക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഡൈവേർട്ടായി പോവാം. എപ്പോഴും ഒരു നിമിഷം പോലും നമ്മളെ കയ്യിലല്ല. എപ്പോൾ വേണേൽ മാറി പലതിലോട്ടും പോവാം. പക്ഷേ ആ ദൈവം നമ്മളെ അതിൽ നിർത്തുകയാണ്. അതിനനുബന്ധിച്ചിട്ടുള്ള ആ ഒരു ഫാമിലി ലൈഫ് വന്നു. ഇപ്പം രണ്ടുപേരും പ്രാക്ടീസ് ഉണ്ട്, നല്ലപോലെ വായിക്കുന്നു. നിങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം നടത്താറുണ്ടോ? ഒരുമിച്ച് ഇതുവരെ നടത്തിയിട്ടില്ല പ്രോഗ്രാം. ഇപ്പോൾ അതിനുള്ള ഒരു പ്ലാൻ ഉണ്ട്. എന്താണ് രണ്ടുപേരും അങ്ങനെ ഒരു ഇതിൽ വരാത്തതെന്നാണ് ഇത്രയും നാളായിട്ട്? കാരണം വൈഫിന് ഫ്ലൂട്ടാണ് ഇപ്പോൾ മെയിൻ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഗുരുവായൂരിലൊന്ന് അത് ചെയ്തിട്ട് അത് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ്. ആദ്യം മനസ്സിൽ ദൈവത്തിന് സമർപ്പിച്ചിട്ട് അപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഹിന്ദുസ്ഥാനി ഫ്ലൂട്ടും കർണാട്ടിക് ഫ്ലൂട്ട്, ഹിന്ദുസ്ഥാനി വോക്കൽ, ഇത് രണ്ടും കൂടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു ജുഗൽബന്ദിയാണ്. ഫ്ലൂട്ടിന് മൃദംഗം വായിക്കുന്നു, ഹിന്ദുസ്ഥാനി വോക്കലിന് തബല വായിക്കുന്നു, പിന്നെ ഒരു ഹാർമോണിയം സപ്പോർട്ടിങ് ഉണ്ടാവും. ഇത്രയും ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുള്ള പ്രാക്ടീസൊക്കെ നടക്കുന്നുണ്ട്. ശരിക്കും ഇപ്പോൾ ഒരു മനോഹരമായിട്ടുള്ള കുടുംബജീവിതം അങ്ങ് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സംഗീത പാരമ്പര്യത്തിലേക്ക് അങ്ങേ പിടിച്ചു കയറ്റിയത് അങ്ങയുടെ അച്ഛനാണെന്ന് ഞാൻ പറയും. അപ്പോൾ എന്ത് ചെയ്യുന്നു ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ? അച്ഛനിപ്പം വീട്ടിലുണ്ട്. അച്ഛന് ബിസിനസ് ആയിരുന്നു. അമ്മയുണ്ട്, അമ്മ വീട്ടിൽ തന്നെയാണ്. അമ്മയ്ക്ക് സംഗീതമായിട്ട് നല്ല ബന്ധമാണ്. അമ്മ പാടും, പിന്നെ ഡാൻസ് എല്ലാം ചെയ്യുമായിരുന്നു. അതുപോലെ അച്ഛനും കേൾവി ജ്ഞാനമുണ്ട് അച്ഛനും. അവരാണ് എന്നെ ആദ്യമായിട്ട് സംഗീതത്തിലോട്ട് പിടിച്ച് കയറ്റുന്നത്. അവിടെ നിന്ന് തന്നെയാണ് എൻ്റെ വളർച്ച. അതുപോലെ സംഗീത കുടുംബം മുതുപിലാക്കാട് സിസ്റ്റേഴ്സ് എന്നാണ് നമ്മളെ വൈഫിൻ്റെ ഫാമിലി അറിയപ്പെടുന്നത്. അവരിൽ 5 പേര്, അതിൽ 5ാമത്തെ ആളാണ് വൈഫായിട്ട് വന്നിരിക്കുന്നത്. ശരിക്കും ഇനി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ആവശ്യം ചേട്ടൻ്റെ ഒരു അതിമനോഹരമായ ഒരു ഗാനമാണ്. ചേട്ടൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു ഗാനം ഞങ്ങൾക്കായിട്ട് പാടാം. ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഫിലിമാണ് അജിത് സാറിൻ്റെ, കൊല്ലം അജിത്ത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിമിന് വേണ്ടി പാട്ട് ചെയ്തു. ചുനക്കര രാമൻകുട്ടി സാറാണ് ലിറിക്സ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലിറിക്സാണ്. അപ്പോൾ അത് 2 വരി പാടാം. പൂമിഴികൾ തഴുകി വരൂ,
നിദ്രാ നിമിഷങ്ങളെ പൊന്നിലഞ്ഞി പൂമണമായി ഒഴുകൂ പൂങ്കാറ്റേ തുവഴി ഒഴുകൂ പൂങ്കാറ്റേ ചെല്ലക്കുയിലേ മെല്ലെ പാടുമോ ഭൂമിഴികൾ തഴുകി വരൂ നിദ്രാ നിമിഷങ്ങളെ പൊന്നിലഞ്ഞി പൂമണമാ ഒഴുകൂ പൂങ്കാറ്റേ തുവഴി ഒഴുകൂ പൂങ്കാറ്റേ. വളരെ മനോഹരമായി ചേട്ടൻ ഒരു വലിയ ബ്രേക്ക് തന്നെ ഇത് സമ്മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സബീഷ് ബാല എന്ന് പറയുന്ന കലാകാരൻ എന്താണെന്ന് നിങ്ങളിപ്പോൾ തന്നെ മനസ്സിലായി കാണും. വളരെ വ്യക്തമായിട്ട് അദ്ദേഹം നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്തു. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ സമയപരിമിതി ഒരു പ്രശ്നമായതുകൊണ്ടാണ് അദ്ദേഹം ഗസലൊക്കെ ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട് വളരെ ചുരുങ്ങിയ രീതിയിൽ അവതരിപ്പിച്ചത്. എന്തായാലും ഈ ഒരു ബഹുമുഖ പ്രതിഭയാണ്. ഈ ബഹുമുഖ പ്രതിഭ ഇനിയും അദ്ദേഹം അർഹിക്കുന്ന ആ തലങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് ബി പോസിറ്റീവിൻ്റെ മൊത്തം അംഗങ്ങളും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പ്രേക്ഷകരോട് ചേട്ടൻ നിങ്ങളുടെ അനുഗ്രഹം അതാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. കാരണം വളർന്നു വരുന്നൊരു കലാകാരനാണ്. നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ എല്ലാം എന്നോടൊപ്പം തന്നെ വേണം. ഇനിയും ഫിലിമുകളും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം നിങ്ങളുടെ അനുഗ്രഹം ഇത് തന്നെയാണ് എനിക്ക് വേണ്ടത്. തീർച്ചയായും. നമസ്കാരം. പ്രേക്ഷകരുടെ ഈ ദിവസം വളരെ മനോഹരമായിരിക്കട്ടെ എന്നും ഞങ്ങൾ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിന് അവസാനം കുറിക്കുവാനുള്ള സമയമായിരിക്കുന്നു അല്ലേ. പ്രേക്ഷകരുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ട വിലാസം ബി പോസിറ്റീവ്, പനോരമ മീഡിയ, ചെട്ടികുളങ്ങര, തിരുവനന്തപുരം 1, ഫോൺ 0471246660, ഇമെയിൽ panorama.tvmedia@gmail.com. ഇന്നൊരു വീക്കെൻഡാണ് അല്ലേ ഹൃദയ? അപ്പോൾ പ്രേക്ഷകരുടെ ഈ ഒരു ആഴ്ച വളരെ മനോഹരമായിട്ടുണ്ടാകണം എന്ന് ഞാൻ കരുതുന്നു. വരുന്ന ആഴ്ചയും വളരെ മനോഹരവും സ്വപ്ന സാഫല്യങ്ങൾക്കുള്ള ദിവസങ്ങളും ആകട്ടെ എന്ന് ഞങ്ങൾ ആശംസിച്ചുകൊണ്ട് ഇന്ന് വിടവാങ്ങുന്നു. തിങ്കളാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.